പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചിട്ട് 23 ദിവസമായി ഇന്നേക്ക്. ഇനി വെറും 8 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ജൂലൈ 21 ആരംഭിച്ച സമ്മേളനമാണ് ഓഗസ്റ്റ് 21 അവസാനിക്കും. എന്നാൽ ഈ സമ്മേളന കാലയളവിലൊന്നും യഥാർത്ഥത്തിൽ പാർലമെന്റിനകത്ത് നടക്കേണ്ട ബിസിനസ് ഒന്നും നടന്നില്ല. നിയമനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിൽ നടക്കേണ്ട ചർച്ച, രാജ്യത്തെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ നടക്കുന്നില്ല എന്നതാണ് വസ്തുത. പാർലമെൻറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോയത്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ ജൂലൈ മാസം 20-ാം തീയതി നടത്തിയ നരനായാട്ടിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ വന്ന് മറുപടി പറയണം എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ 23 ദിവസമായി രാജ്യത്തെ ആഭ്യന്തര മന്ത്രി പാർലമെൻറ്റിൽ വരുന്നില്ല, രാജ്യസഭയിലും വരുന്നില്ല, ലോക്സഭയിലും വരുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്നാൽ അമിത്ഷാ പാർലമെൻറ്റിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ പാർലമെൻറ്റ് കോംപ്ലക്സിൽ എത്തുന്നുണ്ട്. 30 രക്ഷാവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സുരക്ഷാ ക്രമീകരണങ്ങളുടെ പൂർണ്ണതയിൽ അമിത്ഷാ പാർലമെൻറ്റ് കോംപ്ലക്സിൽ എത്തുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിലെ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ അദ്ദേഹം വരാൻ കൂട്ടാക്കുന്നില്ല. എന്താ കാരണം? ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം ശക്തമായി സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. ലോക്സഭയിൽ, രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയം അതിശക്തമായി ഉന്നയിക്കുകയുണ്ടായി. ഈ 2 സഭകളിലും ആവശ്യപ്പെട്ടത് ആഭ്യന്തരമന്ത്രി വന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നാണ്. എന്നാൽ ഇതുവരെയും അതുണ്ടായിട്ടില്ല. ഇന്ന് വൈകിട്ട് 3 മണിക്ക് താൻ പാർലമെൻറ്റിൽ വരാമെന്നും നാളെ വൈകിട്ട് 3 മണി വരെ നമുക്ക് ചർച്ച ചെയ്യാമെന്നുമുള്ള ഒരു ഓഫർ ഇതിനിടയിൽ അമിത്ഷായുടെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ അതിന് മറുപടിയായി രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങളുടെ ഗീർവാണത്തിന് താല്പര്യമില്ല, നിങ്ങളുടെ പ്രസംഗങ്ങളല്ല അവിടെ കേൾക്കേണ്ടത്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ആ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ പെലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട്, ആണി പതിച്ച ലത്തി പ്രയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ടൊക്കെ നേരിടേണ്ട കാര്യമെന്തായിരുന്നു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രയോഗിച്ചത്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ പെലറ്റ് ഗണ്ണിൻ്റെ പ്രയോഗത്തിൽ ഒരു കുട്ടിക്ക്, ഒരു ചെറുപ്പക്കാരന് കണ്ണ് നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു. മറ്റൊരു കുട്ടിക്ക് ചെവിക്ക് വെടിയേറ്റ് ആ ചെവിയിൽ സർജറി ചെയ്യേണ്ട സ്ഥിതി വന്നു. മാത്രവുമല്ല, പെൺകുട്ടികളെ, സമരത്തിന് വന്ന പെൺകുട്ടികളെ പുരുഷ പോലീസുകാർ ഉൾപ്പെടെ ലത്തി ഉപയോഗിച്ച് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ആക്രമിച്ചതിൻ്റെ ഭാഗമായി ഗുരുതരമായി പരുക്കേറ്റ കുട്ടികളുണ്ട്. അങ്ങനെ തുടങ്ങി നിഷ്ഠുരതയുടെ, നരാധമത്വത്തിൻ്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് സമാധാനപരമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ള CRPF-ഉം RAF-ഉം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യത്തിന് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഉത്തരം പറയണ്ടേ? അത് ന്യായമായ ആവശ്യമാണല്ലോ, വളരെ ലളിതമായ ആവശ്യമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടത്. ഈ ആക്രമണത്തിന് ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ആ ആഭ്യന്തരമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യപരമായ പ്രക്ഷോഭത്തെ, ജനകീയമായ പ്രക്ഷോഭത്തെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സമീപനമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നതെങ്കിൽ എന്തിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി? എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പണി? അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണ്? രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവുമില്ലാതെ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിൽ കലാപബാധിത പ്രദേശത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് കൊടുത്ത തോക്കാണ് പെലറ്റ് ഗൺ എന്ന് പറയുന്നത്. ആ പെലറ്റ് ഗണ്ണ് ഈ സമാധാനപരമായി സമരം ചെയ്യുന്നവർക്ക് നേരെ പ്രയോഗിക്കാൻ ആരുത്തരവിട്ടു? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ ആർക്കും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഗീർവാണം കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യവുമില്ല. അത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ക്ലിയറാണ്. രാജ്യം ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിനുള്ള ഉത്തരം രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണം.
ഇനി അതല്ല, താൻ അറിയാതെയാണ്, സ്വപ്നസ്ഖലനം പോലെ സംഭവിച്ചതാണ്, താൻ അറിഞ്ഞില്ല എന്നാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടിയെങ്കിൽ താങ്കളായി ഇരിപ്പിടത്തിൽ ഇരിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഈ രണ്ട് രീതിയിലാണെങ്കിലും രാജ്യത്തെ ജനങ്ങളോട്, വിദ്യാർത്ഥികളോട്, സമരക്കാരോട് ഇത്തരത്തിൽ നികൃഷ്ടമായ രീതിയിൽ, നിഷ്ഠുരമായ രീതിയിൽ പെരുമാറിയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെച്ചൊഴിയണം എന്നത് വളരെ ലളിതമായ ഒരാവശ്യമാണ്. ഇനി അതല്ല, ഇതൊന്നും താൻ അറിയാതെ നടന്നതാണ്, തൻ്റെ ഉത്തരവിൻ്റെ പിൻബലത്തിലല്ല, തൻ്റെ ബോധ്യത്തിലല്ല ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അമിത്ഷായ്ക്ക് പറയാനുള്ളതെങ്കിൽ അപ്പോഴും നിങ്ങൾ കോമ്പീറ്റൻ്റ് അല്ല, ആ പദവിയിൽ ഇരിക്കാൻ അർഹനല്ല എന്നുകൂടി നിങ്ങൾ തെളിയിക്കുകയാണ്. രണ്ടായാലും രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെച്ചൊഴിയേണ്ടതുണ്ട്. രാജിവെക്കുന്നത് മറ്റൊരു കാര്യം, പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് പാർലമെൻറ്റിലല്ലേ? ആ പാർലമെൻറ്റിൽ വന്ന് മറുപടി പറയാൻ എന്തുകൊണ്ടാണ് അമിത്ഷാ ഭയപ്പെടുന്നത്? ആരെയാണ് അമിത്ഷാ ഭയപ്പെടുന്നത്? അങ്ങനെയൊരു ഭയം എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ ആവേശിച്ചത്? ഇനിയുള്ള 8 ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഉത്തരം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറിയിരിക്കുന്നു. ഇനിയും 8 ദിവസങ്ങളുണ്ട്. ഇതിനിടയിൽ നമ്മൾ കണ്ടതാണ് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി, രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതി പോലും പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവിനോട് ആവശ്യപ്പെടേണ്ടി വന്നു, നിങ്ങൾ കാണൂ, ഈ രാജ്യത്തിൻ്റെ ശബ്ദമാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നത്, ആ പ്രതിപക്ഷത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സിന് നിങ്ങൾ ചെവി കൊടുക്കൂ, അവരുടെ ആവശ്യം നിങ്ങൾ അംഗീകരിക്കൂ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് രാജ്യത്തെ സഭയിൽ വന്ന് ഈ വിഷയത്തിൽ മറുപടി പറയാൻ, ഉത്തരം പറയാൻ നിങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കൂ എന്ന് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിക്ക് പാർലമെൻ്ററി കാര്യ മന്ത്രിയോട് അപേക്ഷിക്കേണ്ട നിലയിലേക്ക്, നിർദ്ദേശം കൊടുക്കേണ്ട നിലയിലേക്ക് പോലും ഈ കാര്യങ്ങൾ വന്നിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതുവരെയും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോടാണ് അമിത്ഷായ്ക്ക് ഉത്തരവാദിത്വം? ഇവിടുത്തെ വിദ്യാർത്ഥികളോടാണോ? ഇവിടുത്തെ യുവജനങ്ങളോടാണോ? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന രാജ്യത്ത് ഏതാണ്ട് 65% വരുന്ന പോപ്പുലേഷനോടാണോ? അല്ലെങ്കിൽ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോടാണോ ഇവിടുത്തെ ഭരണകൂടത്തിന് പ്രതിപത്തി? അതല്ലെങ്കിൽ പേപ്പർ ലീക്കിലൂടെ, പരീക്ഷകൾ അട്ടിമറിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നത് കൂടാതെ രാജ്യത്തെ യുവതയുടെ ഭാവിയിട്ട് പന്താടിയ, അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കൊള്ള നടത്തിയവർക്കൊപ്പമാണോ ഈ രാജ്യത്തെ ഗവൺമെൻറ്? ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യത്തിന് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ഉത്തരം പറയാതെ പ്രതിപക്ഷം പിന്നോട്ടു പോകില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു. അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഉയർത്തുമ്പോഴും 23 ദിവസവും പാർലമെൻറ്റ് കോംപ്ലക്സിൽ വന്ന ആഭ്യന്തരമന്ത്രി ഒന്ന് കാലെടുത്ത് ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ വന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ആഭ്യന്തരമന്ത്രി പദം രാജിവെച്ച് ഒഴിഞ്ഞു പോകണം സാർ.